ഹലോ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എബ്രായർ 12 അധ്യായം 2 വാക്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്: ഫിക്സിങ് അവർ ഐസ് ഓൺ ജീസസ്, ദ പൈനിയർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് ഫെയ്ത്ത്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുക. ഫോക്കസ് നമ്മൾ എല്ലാവരും ചെറുതിലേ തൊട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. പഠിക്കുന്ന കുട്ടികളോട്, ജോലി ചെയ്യുന്നവരോട് ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക, മറ്റൊന്നിനെക്കുറിച്ചും വിചാരിക്കാതിരിക്കുക. അപ്പനും അമ്മയാണ് കൂടുതൽ പറയുന്നത്, എനിക്കിവിടെ എന്നാത്തിൻ്റെ സൗകര്യക്കുറവാണ്, ഫോക്കസ് ചെയ്യും, നീ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ബോസ് പറയും, എന്താണ് നിങ്ങൾക്ക് പറ്റുന്നത്, ഫോക്കസ് ചെയ്യൂ, ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്യൂ. സോ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനും എന്തെല്ലാം സംഭവിച്ചാലും നമ്മുടെ ഫോക്കസ്, നമ്മൾ എന്താണോ ലക്ഷ്യം വയ്ക്കുന്നത് അത് മാത്രമായിരിക്കണം. ഒരു ഉന്നം വയ്ക്കുന്ന പട്ടാളക്കാരനോടോ പോലീസുകാരനോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയും ഫോക്കസ് എന്താണ്. ചുറ്റിനും പലതും ഉണ്ടാവും, പക്ഷെ അവരുടെ എയിം അവരുടെ ആ ഒരൊറ്റ പോയിന്റിലേക്കായിരിക്കും. അതുപോലെയാണ് ഫോട്ടോഗ്രാഫേഴ്സ്. അവർക്കറിയാം എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു കല്യാണ വീഡിയോ എടുക്കാൻ പോകുന്ന ആൾക്ക് അയാളുടെ ഫോക്കസ് ആ ചെക്കനും പെണ്ണും മാത്രമായിരിക്കും. ഹല്ലേലൂയ. സോ എന്തൊക്കെ ചുറ്റിനും സംഭവിച്ചാലും നമ്മുടെ ലക്ഷ്യം ഒരേ ഒരു പോയിന്റിലായിരിക്കും, അതാണ് ഫോക്കസ്. ഹല്ലേലൂയ. സോ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ചുറ്റിനും പലതും സംഭവിക്കാം, മല ഇടിഞ്ഞു വന്നേക്കാം, ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. എന്ത് തന്നെ ആയാലും വി ആർ ഫോക്കസിങ് ഓൺ ക്രൈസ്റ്റ്. അതിന് കാരണമുണ്ട്. കർത്താവിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും പെർമനൻ്റ് അല്ല. കർത്താവിനെ എത്രത്തോളം നമ്മൾ ആശ്രയിക്കുന്നു അത്രത്തോളം കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. പ്രശ്നങ്ങളിൽ പരിഹാരമായിട്ട്, സമാധാനമായിട്ട് കർത്താവ് എഴുന്നള്ളി വരും. ഹല്ലേലൂയ. സോ ഇന്നത്തെ ദിവസം കർത്താവിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ നമ്മളെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, അതിനെ നമ്മളെ ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.